ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച യമനിൽ ഹൂത്തികളുടെ മന്ത്രിമാർക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം സൈനിസ്റ്റ് ഭീകരർ ഇന്നലെ ഖത്തറിലും ഹമാസിന്റെ നേതാക്കൾക്ക് നേരെ ഒരേ സമയം 10ഓളം ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം ഖത്തറിനെ മാത്രമല്ല അറബ് രാഷ്ട്രങ്ങളെയും ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ആനയും കടുവയും മറ്റ് വന്യമൃഗങ്ങളെയും ഒക്കെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കാണുന്ന ചിലരെ അതേ മൃഗങ്ങൾ തന്നെ കടിച്ചു പറിച്ച് തിന്നുകയോ അതല്ലെങ്കിൽ നിലത്തടിച്ച് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന അതേ വന്യതയാണ് ജൂതനും അമേരിക്കയും ഒക്കെ സ്വന്തമെന്ന് കരുതുന്ന എല്ലാ വിഡ്ഢികൾക്കും സംഭവിക്കുന്നത് എന്നാണ് ഖത്തർ ആക്രമണത്തിലൂടെ നമുക്കിപ്പോൾ തെളിയുന്നത്. കഴിഞ്ഞ മെയിൽ ഖത്തർ സന്ദർശിച്ച ട്രംപിന് $40 മില്യൺ വില വരുന്ന ഒരു ബോയിങ് വിമാനം സമ്മാനമായി നൽകുകയും $1.2 ട്രില്യൺ അമേരിക്കയിൽ നിക്ഷേപം നടത്താമെന്നും വാഗ്ദാനം ചെയ്ത് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച ഖത്തറിന്റെ മേൽ തന്നെ ഹമാസിന്റെ പേരും പറഞ്ഞ് ആക്രമണം നടത്താൻ നെതന്യാഹുവിനെ ആശീർവദിച്ച് അയച്ച ട്രംപ് ഒരു വന്യമൃഗത്തിന്റെ അതേ വകതിരിവില്ലായ്മയാണ് ഇവിടെയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാറും ഒക്കെ ഇതേപോലെ ട്രംപിനെ താലോലിച്ച് തോളിലിട്ട് നടന്ന ആളുകളാണ്. അതേ ട്രംപ് തന്നെ കേട്ടുകേൾവിയില്ലാത്ത നികുതി ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തി മോഡിയെ കടിച്ചു മുറിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇപ്പോഴും ട്രംപ് മുറുമുറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള പഴുതുകൾ അയാൾ അന്വേഷിക്കുകയുമാണ്. മാത്രമല്ല, നേപ്പാളിലെ ഭരണകൂടത്തിനെതിരായി നടന്ന അമേരിക്കൻ പിന്തുണയുള്ള ജനകീയ വിപ്ലവം മോഡിക്കുള്ള താക്കീതായി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുമാണ്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്കൻ ഇന്റലിജൻസിന്റെ കൃത്യമായ അറിയിപ്പിന്റെ ഉറപ്പിലാണ് ഈ ഖത്തറിൽ ഹമാസിന്റെ നേതാക്കളെ ഉന്നം വെച്ച് സൈനിസ്റ്റ് നടത്തിയത് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ ഹമാസിന്റെ 5 നേതാക്കളാണ് കൊല്ലപ്പെട്ടതെങ്കിലും ഹമാസിന്റെ മേധാവിയും ബന്ദിമോചന ചർച്ചയിലെ പ്രധാനിയുമായ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഉന്നത ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു അവർ ആക്രമിച്ചതെങ്കിലും ഈ ആക്രമണത്തിന് തൊട്ട് മുൻപ് അവർ രക്ഷപ്പെട്ടിരുന്നു എന്നാണ് ഹമാസ് വൃത്തങ്ങൾ പറയുന്നത്. അവരെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹമാസുമായുള്ള യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാനും ബന്ദികളെ തിരിച്ചു കൊടുത്ത് യുദ്ധം നിർത്തൂ എന്ന് ഹമാസിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തറിൽ തന്നെ സൈനിസ്റ്റ് ഭീകരതയുടെ ആക്രമണം നടക്കുമ്പോൾ ലോകത്ത് ജൂത ചതിയുടെ ഒരു തെളിവ് കൂടി സ്പഷ്ടമാവുകയാണ്. ചതിയുടെ അടയാളമാണ് ജൂതൻ. അവർ ആരെയും ചതിക്കും. ഭയന്ന പാമ്പിനെ പോലെ മുന്നിൽ കാണുന്നത് എന്തിനേയും കടിച്ച് വിഷമേൽപ്പിക്കുകയാവും അവർ ചെയ്യുക. അവരുടെ ഉള്ളിലെ ഭയം തന്നെയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. നശിക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ അവസാന പിടച്ചിൽ എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് വിലയിരുത്താം. ഖത്തറിൽ നടന്ന ഈ ആക്രമണം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നതിന്റെ തെളിവാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് UK-യുടെ ഒരു ഇന്ധന ടാങ്കർ വിമാനം ഖത്തറിൽ നിന്നും പറന്നു വരുന്നിട്ടുള്ളത്. ആക്രമണത്തിന് ശേഷം ഈ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറച്ച ശേഷം അവർ വീണ്ടും ഖത്തറിൽ തന്നെ വന്നിറങ്ങിയതായും പറയപ്പെടുന്നതിലൂടെ ശരിക്കും ഇതൊരു കൂട്ടായ പദ്ധതിയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. ഈ ആക്രമണത്തിൽ ചില കെട്ടിടങ്ങൾ തകരുക മാത്രമല്ല, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഖത്തറി കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കും പൊള്ളലുമൊക്കെ ഏറ്റിട്ടുണ്ട്. ഇതിന് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികാര നടപടികളൊന്നും ഉണ്ടാവില്ല എന്നതാണ് ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ ഗുണം. ഈ പണവും സമ്പത്തുമൊക്കെ സുഖിക്കാൻ മാത്രമുള്ളതാണ് എന്നാണ് ഈ അറബികൾ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. ഇനി അഥവാ ഒരു കെട്ടിടം തകർന്നാൽ അവർ വേറൊന്ന് പണിയും. മരണവും പരിക്കും ഉണ്ടായാൽ അതിന് നഷ്ടവും നൽകും. അല്ലാതെ ആദർശമോ അഭിമാനമോ ഒന്നും ഇവർക്കില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. പരസ്പര സമാധാനത്തിന് ഇസ്രായേലുമായി അബ്രഹാം കരാറിൽ ഒപ്പിടാൻ പ്രേരിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ എന്നോർക്കണം. അവിടേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്ന നെതന്യാഹുവിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ചിന്ത്യമാണ്. എങ്കിലും നാളെ ഇതേ ഖത്തർ തന്നെ ഇസ്രായേലിന്റെ കാല് തിരുമ്പുന്നതും നമുക്ക് കാണാൻ കഴിയും. പണ്ട് ഞാൻ ഈ ബോംബെയിൽ കുറെ നാൾ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് അവിടെ ഓരോ ഗല്ലികളിലും ഓരോ ചോട്ട നേതാക്കളാണ് ഇങ്ങനെ ഭരിക്കുന്നത്. ഒരു ഗല്ലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 100 മീറ്ററൊക്കെ കാണുള്ളൂ. അവിടെയാണ് ഒരുത്തൻ വലിയ ദാതയായിട്ട് ഇങ്ങനെ ബലസുന്നത്. അവരെല്ലാം ഭീഷണിപ്പെടുത്തി അവനവിടെ ഒരു വലിയ ഗുണ്ടയായിട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ലോക്കൽ ഗുണ്ടയുടെ കാലും തിരുമ്മിയിട്ട് ഒരുത്തനിങ്ങനെ ഇരിക്കുന്നത് കാണാം. അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇവനിങ്ങനെ കസേരയിൽ കാല് കയറ്റി വെച്ചിങ്ങനെ ഇരിക്കും. മറ്റവനിങ്ങനെ തറയിലിരുന്നു കൊണ്ട് ഇവൻ്റെ കാലിങ്ങനെ ഞെക്കി കൊടുക്കും. ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പം കാണുന്നത് ഈ ചിങ്കിടിയെ എടുത്തിട്ടിട്ട് ഈ ഗുണ്ട എടുത്തിട്ട് അലക്കുന്നതാണ്. അടിയെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല, അത്ര വലിയ ഇടിയാണ് ഇടിക്കുന്നത്. എന്താ കാരണം എന്നാൽ നിസ്സാരമായ എന്തോ ഒരു കാരണമാണ്. ഇടിച്ച് അവനിങ്ങനെ അവശനായിട്ട് അവിടെ മൂലിക്ക് ഇരിപ്പുണ്ട്. നമ്മളൊക്കെ കരുതിയിരുന്നത് ഇതോടുകൂടി ഉമ്മാർ തമ്മിൽ തെറ്റി, ഇനി ഇവൻ പോയി വേറെ ഏതെങ്കിലും സംഘത്തിൽ ചേരും,
അങ്ങനെ വീണ്ടും ഇവന്മാരൊക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് വരുമ്പോഴും അതേപോലെ തന്നെ ഈ ഗുണ്ടയുടെ കാല് തിരുമ്മി ഈ ചിങ്കടി അവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരുത്തിന് വേറൊരുത്തിനും ഉണ്ടാകുന്ന ഒരുതരം വിധേയത്വമാണ്. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഈ അറബ് രാജ്യങ്ങളുടെ കാര്യം ഉദാഹരിക്കാൻ വേണ്ടിയാണ്. ഇവരും ഇതേ വിധേയത്വമുള്ളവരാണ്. അമേരിക്കയുടെയും ഇസ്രായേലിനുമൊക്കെ വിധേയത്വത്തിൽ കഴിയുന്ന ഒരു പ്രത്യേക തരം ജനങ്ങളാണ് ഇവർ. അവരെ എന്തൊക്കെ ചെയ്താലും അവർക്കത് പ്രശ്നമല്ല. അവർ പിന്നെ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ട്രംപിന് ഒരു എയർഫോഴ്സ് 1 വിമാനം കൊടുത്തെങ്കിൽ ഈ ആക്രമണത്തിന് ശേഷം ഒരു പക്ഷേ നാളെ ഈ നെതന്യാഹുവിന് ഒരു കപ്പലായിരിക്കും ഈ ഖത്തർ മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. അത്രയധികം വിധേയത്വമാണ് ഇവർക്കൊക്കെ ഈ രാജ്യത്തോടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇവർക്കൊരു ഭയമാണ്. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവന്മാരെല്ലാം കയറി നമ്മളെ ആക്രമിക്കും എന്നൊരു തരം ഒരു ഭയമാണ് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അവരെ സ്വന്തം രാജ്യത്ത് കയറി ആക്രമിച്ചാലും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല, അഭിമാനവും ഇല്ല, ഒന്നുമില്ല. സൂചിങ്ങനെ കഴിയുക അത്ര തന്നെ. ഖത്തറിനെ ഇങ്ങനെ ആക്രമിച്ചെങ്കിലും ഈ ചർച്ചയിൽ നിന്ന് അവർ വിട്ടു നിൽക്കരുത് എന്ന ട്രംപിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഖത്തർ വീണ്ടും ഇസ്രായേൽ ഹമാസ് ചർച്ചയ്ക്ക് മധ്യസ്ഥരായി നിൽക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. സാധാരണ ഇച്ചിരി വാശിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനി ദൗര്യമില്ല, ഞങ്ങൾക്ക് ചർച്ച നടത്താം, നീയൊക്കെ പോയി തന്നെ ചർച്ച നടത്തുക എന്നായിരിക്കും പറയുന്നത്. ഇവർ പറയുന്ന ഒന്നുമില്ല, ഞങ്ങളുടെ ഒരു കടമയാണ് എന്നുള്ള രീതിയിലാണ് വീണ്ടും ചർച്ചയ്ക്ക് ഇവർ തയ്യാറാവുന്നത്. സത്യത്തിൽ ചർച്ച കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ രക്ഷിക്കുക എന്ന് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഒരു യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊരു സമാധാനമാകും. ഇപ്പം ഇസ്രായേൽ ഏതാണ്ട് ഇപ്പം തകരാനുള്ള ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് തകർച്ച സംഭവിക്കാതെ എത്രയും വേഗം ഒരു ഹമാസിനെ കുപ്പിയിലിറക്കി ഈ ചർച്ച ഒന്ന് പൂർത്തീകരിച്ച് യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ അവർക്കൊന്ന് സെറ്റാകാൻ കഴിയും. വീണ്ടും ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് കുറേ പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും ഏതെങ്കിലും രാജ്യമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയും. അതൊരു പക്ഷേ ഇവരുമായിട്ട് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ സൗദി ആയിട്ടോ അല്ലെങ്കിൽ UAE ആയിട്ടോ അല്ലെങ്കിൽ സിറിയ, അങ്ങനെ ഏതെങ്കിലും രാജ്യമായിട്ട് മരപ്പോഴെങ്കിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെ ഒരുങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് വീണ്ടും ഞങ്ങൾ ചർച്ചയിലൂടെ ഹമാസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഖത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിലായാലും യുദ്ധത്തിലല്ലാതെ ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തുക എന്നുള്ളത് ന്യായീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. ചർച്ച എന്ന പേരിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് ഭീരുത്വമാണ്. ഇത് ഭീരുക്കൾക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇത്തരം ചതിക്ക് മറുപടി ചതി തന്നെയാണ്. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള ചർച്ചയിൽ ഇസ്രായേലിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ തിരിച്ചു കൊടുക്കാനും ഹമാസ് തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ ഹമാസിന്റെ നേതാക്കളെ തട്ടിക്കളഞ്ഞേക്കാമേ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും ഒക്കെ എത്തുന്നത്. പുതിയ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുമാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ തലവനെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അയാളാണല്ലോ ഇപ്പം ചർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം അയാൾ അതിന് സമ്മതിക്കാത്തോ, അയാളെ തട്ടിക്കഴിഞ്ഞാൽ ചർച്ച വിജയിക്കുമെന്നുള്ള ധാരണയിലാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ വരുന്ന അടുത്ത നേതാവ് ഇതിനേക്കാൾ വലിയ കടുംപിടുത്തമുള്ള ആളാണെങ്കിൽ മമ്മാരുടെ ഉദ്ദേശം നടക്കത്തില്ല, അയാളെ പിന്നെ കൊല്ലാനുള്ള ശ്രമമായിരിക്കും മരുന്ന് നടത്തുന്നത്. പക്ഷേ ഈ ഹമാസിന്റെ നേതാക്കളെ കൊന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവരെല്ലാം ഈ ഒളിപ്പോര് നടത്തുന്ന സംഘടനകളാണ്. ഇവരുടെയൊക്കെ നേതാക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇറാന്റെയോ അതല്ലെങ്കിൽ ഈ ഖത്തറിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള രാജ്യത്തിന്റെ നേതൃത്വത്തെ കൊല്ലുന്നത് പോലല്ല. ഇവരേത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും അവരുടെ മന്ത്രിമാരെയൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം യൂതന്മാര് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരിപ്പോൾ ഇസ്രായേലിലേക്ക് നിരന്തരമായിട്ട് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പലതായിട്ട് പൊട്ടിച്ചിതറി അനേകം ബോംബുകളായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ നാശമാണ് വിതയ്ക്കുന്നത്. ഇതിങ്ങനെ സ്ഥിരം ഇസ്രായേലിലേക്ക് വീഴുന്നത് കാരണം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് മരിക്കുന്നത്, ആർക്കാണ് പരിക്കുണ്ടാവുന്നത് എന്നൊന്നും ഇവർക്ക് പെട്ടെന്ന് കണക്കെടുക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ഖത്തറിൽ ഇന്നലെ തങ്ങളുടെ നേതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഹമാസ് ജാവേറുകൾ ഇസ്രായേലിലേക്ക് കൂടുതൽ ആക്രമണം നടത്താനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നെതന്യാഹു പോലും ഇനി ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസത്തെ വെടിവെപ്പിന് ശേഷം വീണ്ടും ഗസയുടെ അതിർത്തിയോട് ചേർന്നുള്ള ഇസ്രായേൽ പ്രദേശത്ത് ഇന്ന് വീണ്ടും വെടിവെപ്പുകൾ നടന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തന്നെയുമല്ല, ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ചാവേറുകൾ കടന്നു കയറുന്നത് കൊണ്ട് ഏത് സ്ഥലത്തും എപ്പോഴും ആക്രമണങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. മാരകശേഷിയുള്ള ഒരു ബോംബ് വഹിക്കുന്ന ഒരു ചാവേറിനെ സംബന്ധിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല്ലാനാണ് കഴിയുന്നത്. ഇവരെയൊന്നും ഒരിക്കലും വെടിവെച്ചിടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ ചാവേറുകൾ എന്നൊരു ഘട്ടത്തിലേക്ക് ഹമാസ് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെ സംഭവിക്കാൻ വയ്യ എന്നില്ല. ഇസ്രായേലിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ഹമാസിന്റെ നേതാക്കളെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇങ്ങനെ
ചർച്ചയ്ക്ക് വരുന്നവരെ കൂടി കൊല്ലാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് യുദ്ധം നീണ്ടുപോകാനേ കാരണമാവുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധത്തിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ വീണിട്ടുള്ളത് അല്ലെങ്കിൽ തളയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.